മാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ നോർത്തപ്പം ഞാൻ ഞെട്ടി മാമ. അവതാരകയോട് ക്ഷുഭിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖാമുഖം വേദിയിലാണ് നല്ല ഉദ്ഘാടന പ്രസംഗത്തിന് നന്ദി പറഞ്ഞ അവതാരകയോട് അത്തരം കമന്റ് വേണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. നിനക്കെന്താടാ തലയ്ക്ക് ഓളുണ്ട്? നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദനം. താങ്ക് യു സാർ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അല്ല, അമ്മാതിരി കമന്റ് വേണ്ട കേട്ടോ. നിങ്ങൾ ആളെ വിളിച്ചിട്ട് ആളെ വിളിച്ചാൽ മതി. അതല്ല ഉദ്ദേശം, അല്ല, അമ്മാതിരി കമന്റ് വേണ്ട കേട്ടോ. നിങ്ങൾ ആളെ വിളിച്ചിട്ട് ആളെ വിളിച്ചാൽ മതി. അത് നിങ്ങൾ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഇയാൾക്ക് വട്ടാണ്. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഒരുതരം പ്രത്യേക രോഗമാണ് ഈ രോഗത്തിന്. ഒരൊറ്റ മരുന്ന് മാത്രമേ ഉള്ളൂ. എന്താണത്? മരണം. പിണറായി സഖാവിന്റെ മൂക്കത്തെ ശുണ്ടി നാട്ടിലെല്ലാം പാട്ടാണ്. മുഖ്യമന്ത്രിയായ ശേഷം അവസരം കിട്ടിയാലൊക്കെ അദ്ദേഹം അത് പ്രകടിപ്പിക്കാറുമുണ്ട്. ഇവന്റെ കയ്യിൽ ഇതുപോലുള്ള ഒരുപാട് നമ്പറുകളുണ്ട്. ബോയ്സ് സ്കൂളിലെ ആൺകുട്ടികൾ ഫോട്ടോ എടുക്കാൻ വരാൻ മുഖ്യമന്ത്രി വിളിച്ചു. ഇതിനിടെയാണ് ഒരു വിദ്യാർത്ഥി മുഖ്യമന്ത്രിയുടെ കയ്യിൽ പിടിച്ച് സെൽഫി എടുക്കാനായി തുനിഞ്ഞത്. ഇതോടെ മുഖഭാവം മാറിയ മുഖ്യമന്ത്രി കൈ തട്ടിമാറ്റി ഗൗരവഭാവത്തിലായി. ഇവൻ മാനസിക രോഗിയാണ്. ഇത്രയല്ലേ ഉള്ളൂ? അല്ല, തീർന്നില്ല. പുതിയ പതിറ്റാണ്ട് വന്നാലും സഖാവിന് മാറ്റമൊന്നുമില്ല. എൻ്റെ വിളി മുഴുവനാവുന്നതിന് മുമ്പ് അദ്ദേഹം നടന്ന് വന്നിട്ട് മാറി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് ഞാൻ മാറി നിന്നു. അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി. നന്നായിട്ട് അഭിനയിക്കാനൊക്കെ അറിയാല്ലേ? ഉള്ളിലൊരു അഗ്നിപർവ്വതം പുകയാന്ന് എനിക്കറിയാം. എനിക്കത് അപ്പം ഭയങ്കര ഒരു രോഷം എനിക്കുണ്ടായി. അതെന്റെ മുഖത്ത് വരികയും ചെയ്തു. ഇത്രയല്ലേ ഉള്ളൂ? അല്ല, ഇനിയുണ്ട്. സർക്കാരിന്റെ മുഖാമുഖം പരിപാടിയിൽ രോഷാകുലരായി മുഖ്യമന്ത്രി. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള ഷിബു ചക്രവർത്തിയുടെ ചോദ്യമാണ് മുഖ്യമന്ത്രിയെ ചോദിപ്പിച്ചത്. 10 വർഷം മുൻപാണ് ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയതെന്നും കുട്ടികളാണെങ്കിൽ ഓടിക്കളിക്കേണ്ട പ്രായമായെന്നും ഷിബു ചക്രവർത്തി വിമർശിച്ചു. അഭിപ്രായം പറയാൻ അവസരം കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് ഒരു സ്ഥാപനത്തെ ആകെ ആക്ഷേപിക്കുന്ന തരത്തിൽ അഭിപ്രായം പറയുന്നത് എങ്ങനെയുണ്ടായിരുന്നു? അഭിനയം കലക്കി, പക്ഷെ ലേശം ഓവറായൊന്നൊരു സംശയം. എനിക്ക് പലതും ചെയ്യാൻ കഴിയും. എന്റെ തൊലിക്കെട്ടി ഭയങ്കര കൂടുതലാണ്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കേൾക്കണോ? കേൾക്കണോ? കാസർഗോഡ് ഫാമേഴ്സ് സഹകരണ ബാങ്ക് കെട്ടിടത്തിന്റെ ഉദ്ഘാടന വേദിയിൽ പ്രസംഗം തീരും മുമ്പേ അനൗൺസ്മെന്റ് നടത്തിയിൽ ക്ഷോഭിച്ച് മുഖ്യമന്ത്രി വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. ഉപഹാരം എന്റെ വാചകം അവസാനിക്കുന്നതിന് മുമ്പ് പ്രിയങ്കരനായ അയാൾക്ക് ചെവിടും കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതൊന്നൊരു ശരിയായ ഏർപ്പാടല്ല. ഞാൻ സംസാരിച്ച് അവസാനിപ്പിച്ചല്ലേ അനൗൺസ് ചെയ്യുന്നത്. സംസാരിച്ച് അവസാനിച്ചതിന് മുമ്പ് അനൗൺസ് ചെയ്യും. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. സംഘാടകർ ഒന്നുകിൽ ഇത്തരം അവതാരകരെ വേണ്ടെന്ന് വെച്ച് എല്ലാം അങ്ങ് പിണറായി മുഖ്യനെ ഏൽപ്പിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നമൊക്കെ. അതിന് ഈ ചടങ്ങും സ്വാഗതവും ഒന്നും വേണ്ടെന്ന്. ഇതാ എല്ലാരോടായിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം.